തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം 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 അകലുന്നൊരു ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളവും മഴനൂലുകൾ ഇഴനെയുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ ഏകാന്ത മൗനത്തിൻ നിറനിലാവിൽ ജീവിതം 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 രാത്രി വൈകിട്ട് ഉദയൻ വരാത്തതിൽ പരിഭ്രമിച്ച് വസുന്ധര. ഉദയന്റെ താളത്തിനൊത്ത് തുള്ളരുതെന്ന് വസുന്ധര നന്ദനയോട്. വൈകിയെത്തുന്ന ഉദയനെ കുറ്റപ്പെടുത്തുന്ന വസുന്ധര. നന്ദനയുടെ ഉപദേശത്തെ എതിർക്കുന്ന ഉദയൻ. സുധ അച്ഛന്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് സുമിത്രയുടെ അടുത്ത്. സുധയ്ക്ക് കൊടുക്കാൻ താൻ ഏൽപ്പിച്ച പണം എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് ശേഖരനോട് ചോദിക്കുന്ന സുമിത്ര. പ്രതാപവർമ്മയുടെ മുന്നിൽ വെച്ച് ചില രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ വസുന്ധരയുടെ ശ്രമം. ഇനി തുടർന്ന് കാണുക. പ്രതാപനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. അപ്പളെ വിളിച്ച് ചോദിക്കണ്ടേ അമ്മായി? അമ്മായിക്ക് എന്തിനാ എന്നോട് ഫോർമാലിറ്റി? ഫോണിലല്ല, നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാ, അതും ഇവരുടെ മുമ്പിൽ വെച്ച്. പ്രതാപൻ അടുത്ത സമയത്ത് വടക്കോട്ടെങ്ങാനും യാത്ര പോയിരുന്നു. വടക്കോട്ട് ഒരു 2 ആഴ്ച മുമ്പ്. പോയിരുന്നു അമ്മായി, പോയിരുന്നു. അവിടെ ഹോട്ടലിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രതാപ, പ്രശ്നം ഉണ്ടായോന്ന്? പ്രശ്നമുണ്ടായി. പോലീസൊക്കെ വന്ന് ഇടപെട്ടോ? അതെ. എന്നിട്ട് ബാക്കി പ്രതാപൻ തന്നെ പറ. എന്നിട്ടെന്താ, പൂജാരിനെ അന്ന് തന്നെ അങ്ങോട്ട് പിരിച്ചുവിട്ടു. പൂജാരിയോ? പ്രതാപൻ എന്തായി പറയുന്നത്? എളങ്കുന്നത്ത് പുരയ്ക്കലെ ശാന്തിക്കാരനെ ആളൊരു വഴിവിട്ട കേസാ. ക്ഷേത്രത്തിലെ തിരുവാഭരണവും കട്ടുകൊണ്ട് സ്ഥലം വിട്ടു. അമ്പല കമ്മിറ്റിയിലെ പ്രസിഡന്റ് ഞാൻ വിടുവോ? ഫോളോ ചെയ്തു. വയനാട്ടിലൊരു ഹോട്ടലിൽ വെച്ച് തൊണ്ടി സൈത അങ്ങോട്ട് പിടികൂടി. കൈയോടെ പോലീസ് കൊണ്ടുപോയി. ഇപ്പോ റിമാൻഡിലാ ആള്. അല്ല അമ്മായി ഈ സംഭവമൊക്കെ എങ്ങനെ അറിഞ്ഞു? പത്രത്തിൽ ഞാൻ ഈ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. കുടുംബത്തിന് അല്ല ക്ഷേത്രത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? തിരുവാഭരണം കട്ട കാര്യമല്ല ഞാൻ ചോദിച്ചത്. നന്ദനെ ഒരു പയ്യന്റെ കൂടെ ഹോട്ടലിൽ വെച്ച് കണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അതാ എനിക്കറിയേണ്ടത്. പ്രതാപനും ചേർന്നാണ് നന്ദനെ ഉദയന്നൂരിലേക്ക് തിരിച്ചു കൊണ്ടുവന്നെന്ന് ഞാൻ അറിഞ്ഞു. അമ്മായിയോട് ഇതാര് പറഞ്ഞു?
പ്രതിഭ. ആ അങ്ങനെ വരട്ടെ. ഇപ്പോഴാ എനിക്ക് എന്റെ ശ്വാസം നേരെ വീണത്. മോളെ കുറച്ചൊന്ന് മാറിയെന്നേ, ഞാൻ ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തോട്ടെ. അമ്മയെ, പ്രതിഭയെ ഇതും ഇതിന്റെ അപ്പുറവും പറയും. ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട് കക്ഷിക്ക്. രഹസ്യമായിട്ട് അതിനുള്ള മരുന്നും കഴിക്കുന്നുണ്ട്. അത് ഉള്ളതാണോ? ആണെന്നേ. എന്നെയും ഉദയന്നൂർ ജോലിക്ക് നിൽക്കുന്ന സരസ്വതിനെയും ചേർത്ത് വരെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ, ഈശ്വരാ, ആരും വിശ്വസിക്കുന്ന തരത്തിലാ പ്രതിഭ കള്ളക്കഥ ഉണ്ടാക്കണത്. ആ, എന്നാലും അമ്മ ഇത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഈ നിൽക്കുന്ന നന്ദനെ കുറിച്ച് അപവാദോ? പകച്ചുപോയി ഞാൻ അമ്മായിയുടെ വാക്കുകൾ കേട്ടപ്പോ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അമ്മായി. അതെ, നന്ദനേരെ കാര്യം പോട്ടെ. അത്തരത്തിലൊരു പെൺകുട്ടിയെ ഞാൻ ഉദയന് വേണ്ടി ആലോചിക്കോ? എന്റെ അനിയനല്ലേ ഈ കലാകാരൻ? നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ കാര്യമല്ലേ? ഈ നിൽക്കുന്ന നന്ദന എന്റെ വിദ്യാഭാരതിയുടെ മകള്. 22 കാരറ്റിന്റെ സ്വഭാവശുദ്ധി ഞാൻ ഗ്യാരണ്ടി. കേട്ടത് സത്യമല്ലെന്ന് എനിക്കും അറിയായിരുന്നു പ്രതാപ. നിന്റെ പേരും ഇതിനിടയിൽ വന്നതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. ഇനി ഇത് ഞാൻ ആവർത്തിക്കില്ല മോളെ. മറ്റാരോടും അല്ലല്ലോ, അച്ഛന്റെ സ്ഥാനത്തുള്ള ഒരാളോടല്ലേ അമ്മ ചോദിച്ചത്. സാരമില്ല അമ്മ. ഒരു രജിസ്റ്റർഡ് പോസ്റ്റ് ഉണ്ട്. ആർക്കാണ്? സുമിത്രയ്ക്കാ. ഒന്ന് വിളിക്കൂ. അമ്മേ, അമ്മേ. എന്താ ചേച്ചി ഒന്ന് ഒപ്പിടണം. രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? കോടതിയിൽ നിന്ന് ബാങ്കിൽ നിന്ന് വല്ലതും ആണോ? എന്നാ വേണ്ട, ആള് സ്ഥലത്തില്ലാന്ന് പറഞ്ഞാൽ മതി. ഇത് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചതാണ്. നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ ഫ്രം അഡ്രസ്. ഇളയമോൾ ബാംഗ്ലൂരല്ലേ പഠിക്കുന്നേ? അവിടെ നിന്നായിരിക്കും. ഇനി ഒപ്പിടാലോ. ഓക്കെ. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? +2. ജയിച്ചതാണോ? ആ, നല്ല മാർക്കും ഉണ്ടായിരുന്നു. എന്നെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് ഇംഗ്ലീഷിലാ. ഫീസൊന്നും കുടിശ്ശികയില്ല. ചിലപ്പോ ഹോസ്റ്റൽ ഫീസിന്റെ കാര്യത്തിനായിരിക്കും. നോക്ക്. എന്താടി? അമ്പിളി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ അയച്ചതാണ്. അതെനിക്ക് മനസ്സിലായി. എന്താ അതിൽ വിവരമൊന്ന് പറ. അമ്പിളി കുറെ ദിവസമായിട്ട് ക്ലാസ്സിൽ ചെന്നിട്ടില്ലാന്ന്. പെണ്ണിന് വല്ല അസുഖമായിട്ടാണോ? പണ്ടേ അവൾ അങ്ങനെ. അസുഖമാണെങ്കിൽ ആരോടും പറയാതെ മൂടി പൊതിച്ച് ഒറ്റ കിടപ്പാ. ഹോസ്റ്റലിൽ അന്വേഷിക്കാതെയാണോ അവരിങ്ങോട്ട് കത്തയച്ചത്? അമ്മേ, അതല്ല. പിന്നെ എന്താ? അമ്പിളി ഹോസ്റ്റലിലും ഇല്ലെന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നേ. പതിനൊന്നാം തീയതി അമ്പിളി ക്ലാസ്സിൽ ചെന്നതാണ്. പിറ്റേന്ന് രാവിലെ മുതൽ ഹോസ്റ്റലിലും ഇല്ലാന്ന്. പിന്നെ എവിടെ പോയവള്? ഇതുവരെ അമ്പിളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാന്ന്. ഗാർഡിയൻസ് ഒന്നും അറിയിച്ചിട്ടില്ലാന്ന്. ഉടനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ അറിയിച്ചിട്ടുള്ള ലെറ്റർ ഇത്.
വേറെന്താ അതിൽ എഴുതിയിരിക്കുന്നത്? വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ അമ്പിളി ഹോസ്റ്റലിൽ നിന്ന് പോയത്. അത്രേ ഇതിലുള്ളൂ. ഇനി ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കോ അമ്മേ? അനിലേച്ചി ചെക്കപ്പിന് പോയിട്ട് വരാൻ താമസിക്കും. മനീഷനെ വിളിച്ച് പറയട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. എന്തിനാ? അവൻ കണ്ടുപിടിച്ചു തരുമോ അമ്പിളിയെ? ചതിച്ചതാ, അവള് എന്നെ ചതിച്ചതാ. എല്ലാവരും കൂടെ ചേർന്ന് സുമിത്ര ചതിക്കുക. അമ്മേ വേണ്ട, മാറി നിൽക്കടി. ആരും ഒന്നും പറയണ്ട. നീ വന്ന് കയറി എന്റെ ഐശ്വര്യം ഇതൊക്കെ. ഈ കുടുംബം മുടിയാൻ ഇനി ബാക്കിയില്ല. മാറിപ്പൊടി. അമ്മ തന്നയച്ചതാ. ഇപ്പൊ വേണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചേക്കാം. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? സാധാരണ എന്ത് കൊണ്ടുവന്നാലും അങ്ങനെയാണല്ലോ പറയാ. എങ്കിൽ എനിക്കിപ്പോ വേണം. നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? എന്താ പ്രോഗ്രാം ചാർട്ട് ചെയ്യണോ? എനിക്കൊരിടം വരെ പോണായിരുന്നു. പോയിക്കോളൂ, ഡ്രൈവറോട് പറഞ്ഞാൽ കൊണ്ടുവിടും. എനിക്ക് ആവശ്യം വന്നാ ഞാൻ വേറെ വണ്ടി വിളിച്ചോളാം. ഞാൻ തനിച്ചു പോണ്ട കാര്യമല്ല. അമ്മയും കൂട്ടി പോയിക്കോ. ഇവിടെ ഇരുന്ന് ബോറടിക്കല്ലേ, അമ്മയ്ക്ക് അത് റിലാക്സ് ആവും. കല്യാണത്തിന് വിരുന്ന് പോകുന്നത് അമ്മയായിട്ടല്ല, ഭർത്താവിന്റെ കൂടെയാ. കല്യാണം ഇരുന്നോ? അതിനാരും ക്ഷണിച്ചിട്ടില്ലല്ലോ. ഇത് ക്ഷണിക്കാതെ തന്നെ പോണ്ട സ്ഥലം. എന്റെ അമ്മയെ കാണാനാ പോകുന്നത്. അതിന് വിരുന്ന് എന്നെന്തിനാ ഒരു ലേബൽ? ഏത് സമയത്തും പോവാലോ. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് അങ്ങോട്ട് പോവല്ലേ. നമ്മൾ ഒരുമിച്ചാ പോണ്ടത്. ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്നത് തനിക്ക് തീരെ പിടിക്കുന്നില്ല അല്ലേ? ഓരോരോ പരിപാടി കണ്ടുപിടിച്ചോണ്ട് വരും. ഞാൻ നാളെ ഫ്രീ അല്ല. എങ്കിൽ പിന്നെ നാളെ കഴിഞ്ഞു പോവാം. എനിക്ക് വരാൻ ബുദ്ധിമുട്ടാ. ഡ്രൈവറോട് ഞാൻ പറയാം. ഡ്രൈവർ അല്ല എന്റെ ഭർത്താവ്. ഭാര്യയോടൊപ്പം ഭർത്താവ് വരേണ്ട സ്ഥലങ്ങളിൽ മറ്റൊരാളെ പകരയക്കുന്നത് ശരിയാവില്ല. വെറുതെ അല്ല, എന്താ രണ്ടുപേരും കൂടി ഒരു തർക്കം? എന്താ മോളെ? ഭൂമി ഉരുണ്ടതാണോ അതോ പരന്നതാണോ എന്നാണ് തർക്ക വിഷയം. എന്താ അമ്മ കൂടുന്നോ? ആ, അതിനെ ഇവിടെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്നാ പറ്റില്ല. യാത്ര ചെയ്ത് നോക്കണം. കാറല്ലേ കിടക്കുന്നത്, എടുത്തുകൊണ്ട് രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് പോ. അങ്ങനെ കുറെ ദൂരം ചെല്ലുമ്പോ അറിയാൻ പറ്റും ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന്. അമ്മേ, യാത്രയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. നാളെ ഇലിഞ്ഞിക്കൽ പോയി അമ്മയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചപ്പോ ഓരോരോ തടസ്സങ്ങള്. ആ, ഞാനും അക്കാര്യം പറയാനിരിക്കായിരുന്നു. നിങ്ങൾ നേരത്തെ പോയി വിദ്യാഭാരതിയെ കാണേണ്ടതായിരുന്നു. ഒരാൾ മുമ്പേ വന്ന് പ്രമേയം അവതരിപ്പിക്കുന്നു, മറ്റൊരാൾ പിന്നാലെ വന്ന് പിന്താങ്ങുന്നു. ഐഡിയ കൊള്ളാം, പക്ഷേ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. ദേ, നന്ദന പറഞ്ഞിട്ടല്ല ഞാൻ വന്നത്. മോൾ ഇക്കാര്യ പറഞ്ഞോണ്ടിരിക്കുന്നെന്ന് ഞാനൊട്ട് അറിഞ്ഞത് പോലുമില്ല. ആ, അതൊക്കെ പോട്ടെ. നാളെ നിങ്ങൾ എപ്പോഴാ ഇറങ്ങുന്നത്? നിങ്ങളെന്ന് പറയണ്ട, ഞാനില്ല. എന്നാ ഞാനും പോകുന്നില്ലമ്മേ. ആ, അപ്പൊ പ്രശ്നം പരിഹരിച്ചല്ലോ. എന്ത് പരിഹരിച്ചെന്നാ? നാളെ നീ നന്ദനയുടെ കൂടെ പോയി വിദ്യാഭാരതിയെ കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ എന്ന് നിങ്ങൾ ഒരുമിച്ച് പോകുന്നോ അന്ന് വരെ ഞാൻ അരി ആഹാരം കഴിക്കേയില്ല. ചപ്പാത്തി കഴിച്ചാ മതി. തമാശ പറയേണ്ട ഉദയ, സത്യമായിട്ട് ഞാൻ നിരാഹാരം കിടക്കും. അത്രയ്ക്ക് കൊള്ളില്ലല്ലോ വാശി. നീ വിഷമിക്കണ്ട മോളെ. നാളെ ഇവൻ നിന്റെ കൂടെ ഇലഞ്ഞിക്കിലേക്ക് വരും. വന്നേ, വാ. ഇനി ഇങ്ങനെ കരഞ്ഞിട്ടെന്താ?
അവള് വല്ലവന്റെ കൂടെ പോയി കാണും. നിന്റെ അല്ലേ മോള്. ഒരുത്തി പോയിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞ് തിരിച്ചു വന്നില്ലേ? ഇവളും വരും. ഇനി ഏത് രൂപത്തിലാ വരുന്നത് നോക്കിയാ മതി. ശേഖരേട്ട, ഒരു അനുഭവം ഓർത്ത് പറഞ്ഞു പോയതാണേ. അമ്പിളിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ? ഈശ്വര, ഓർക്കാൻ കൂടി വയ്യ എനിക്ക്. രാപ്പകല് പോലീസിന്റെ ശ്രദ്ധയുള്ള സ്ഥലമാ ബാംഗ്ലൂര്. അവിടുന്ന് നിന്റെ മോളെ മാത്രം തട്ടിക്കൊണ്ടുപോകാനേ അവള് വിശ്വസുന്ദരിയൊന്നും അല്ലല്ലോ. ഇതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് തന്നെയാ. ആരുടെയോ ചൂണ്ടയിൽ പെണ്ണ് കൊളുത്തി. അതോ നീ അമ്പിളിയുടെ ചൂണ്ടയിൽ വേറെ ആരെയും കൊളുത്തിയതാണോ? ഇങ്ങനെ കണ്ണി ചോരയില്ല സംസാരിക്കാതെ ശേഖരേട്ട. എന്റെ മോള് ജീവനോടുണ്ടോന്നറിയാതെ വിഷമിച്ചിരിക്കുക ഞാൻ. ഇവിടെ നിന്ന് വിഷമിക്കാതെ സുമിത്ര ബാംഗ്ലൂർക്ക് ഒന്ന് വിളിച്ചു നോക്ക്. അല്ലെങ്കിൽ പോത്തുപോലെ വളർന്നൊരു മോനുണ്ടല്ലോ നിനക്ക്, അവനെ ബാംഗ്ലൂർക്ക് അയക്ക്. മനീഷ് പോയി ശരിയാവത്തില്ല. ദയവായിട്ട് ശേഖരേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ബാംഗ്ലൂരില് അമ്പിളി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്ന് പോണം. പോകാമായിരുന്നു, പക്ഷേ എനിക്ക് നേരമല്ലോ സുമിത്രേ. ആ ഒരു കാര്യം ചെയ്, ആ അച്യുതമ്പിളുണ്ടല്ലോ നിന്റെ സഹായി, അയാളെ വിട്. ആങ്ങളെയായിട്ട് ശേഖരേട്ടനുള്ളപ്പോ ഞാൻ എന്തിനാ മറ്റൊരാളെ ആശ്രയിക്കുന്നത്? ഒരാവശ്യം വന്നപ്പോ ആങ്ങളോട് എന്താ പരിഗണന? സുമിത്രേ, അവനവന്റെ മക്കൾ അവനവന് വലുതാ. നീ ഇപ്പൊ 2 തവണ ഇവിടെ വന്നല്ലോ. എന്റെ മക്കൾ ഇവിടെ ഉണ്ടെന്നും അറിയാം. സുമിത്ര എന്റെ മോളെ മോനെ ഒന്ന് വിളിച്ചോ. സുമിത്ര ഒരു ഗ്യാസ് മുട്ടായി അവർക്ക് വാങ്ങിച്ചു കൊടുത്തോ? പോട്ടെ, ആ കുഞ്ഞുങ്ങളുടെ മുഖത്തൊന്ന് നോക്കിയോ? അങ്ങനെയുള്ള നിന്റെ മോളുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് മനസ്സില്ല. കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞാനും എന്റെ കുടുംബം ഗതി പിടിക്കരുത് പ്രാഗിട്ട് പോയതാ നീ. എന്നിട്ട് ഇപ്പൊ മോളെ കണ്ടുപിടിക്കണം പോലും. നീ ശപിച്ചതിന് പോലെ നിനക്ക് തന്നെ കിട്ടും, അനുഭവിച്ചോ. അല്ല സുലോചന എന്ത് കാണാൻ നിൽക്കുക? എനിക്ക് കുളിക്കണം, പോയി വെള്ളം ചൂടാക്ക്. ഫുൾ ടാങ്ക് അടിച്ചേക്ക്. ശരി സാർ. ഹലോ, ആ പറഞ്ഞോ, കേൾക്കാം. ചേട്ടാ 100 രൂപയ്ക്ക്. ഇതാ മാഡം.
നന്ദനെ, പകൽക്കിനാവ് കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇറങ്ങുന്നുണ്ടോ അതോ? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഉദയന്നൂർ പോയപ്പോ ആദ്യം പറഞ്ഞത് അങ്ങനെയായിരുന്നു, ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, മടങ്ങിപ്പോവാണെന്ന്. ഇവിടെയും എന്റെ നിലപാട് വാസ്തവത്തിൽ അത് തന്നെയാ. എന്റേതായാലും തൻ്റെതായാലും ബന്ധുക്കൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരേ നോൺസെൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കഷ്ടമാണ്. എന്റെ ബന്ധുക്കൾ നിന്റെ ബന്ധുക്കൾ എന്നുള്ള വേർതിരിവോടെ കണ്ടിട്ടാ. നമ്മുടെ ബന്ധുക്കൾ എന്ന് വിചാരിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് ആദ്യം നമ്മളെന്ന വാക്ക് മനസ്സിലോർക്കണ്ടേ? വേണം. അതോ തന്റെ മനസ്സിൽ ആ വാക്ക് ഉറച്ചോ? ഇല്ല. ഉറക്കാത്തത് നന്നായി. അത് തുറന്നു പറഞ്ഞതും നന്നായി. ഓ, കർട്ടൻ ഉയർന്നു. പ്ലേ തുടങ്ങാൻ സമയമായി. മോളെ, അമ്മേ, നിങ്ങളെന്താ ലേറ്റ് ആയത്? പുറപ്പെട്ട സമയം വെച്ച് നോക്കുമ്പോ ഇതിനു മുമ്പ് എത്തേണ്ടതായിരുന്നല്ലോ. അതിന് ഞങ്ങളിവിടെ വന്നിട്ട് അടിയന്തര പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാലല്ലോ. അതുകൊണ്ടല്ല, വരുന്ന വഴിക്ക് എന്നെയും കൊണ്ട് ബീച്ചിലൊന്ന് പോയി കുറച്ചുനേരം അവിടെ ഇരുന്നിട്ട് വരാന്ന് ഒരേ നിർബന്ധം.